ഇതിപ്പം ഭൂട്ടാൻ വാഹനക്കടത്ത് മാത്രമല്ല, വ്യാജ സിഗരറ്റ് കള്ളക്കടത്തും സംയുക്ത അന്വേഷണ സംഘം അന്വേഷിക്കും. ഒരു വർഷം കടത്തുന്നത് 1000 കോടിയിലധികം രൂപയുടെ വ്യാജ സിഗരറ്റുകളാണ്. അതിർത്തികളിൽ പരിശോധന നടത്താൻ ഭൂട്ടാൻ ഇന്ത്യൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. സഹിൻ, എന്താണ് തീരുമാനങ്ങൾ, പുതിയ തീരുമാനങ്ങൾ സംയുക്ത സംഘത്തിന്റെ? സേതു, ഭൂട്ടാനിലെയും ഒപ്പം തന്നെ രാജ്യത്തെയും ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വാഹന കള്ളക്കടത്ത് മാത്രമല്ല ഭൂട്ടാനിൽ നിന്ന് നടക്കുന്നത്, പകരം വ്യാജ സിഗരറ്റ് കൂടി വ്യാപകമായി നമ്മുടെ രാജ്യത്തേക്ക് കടത്തുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഈ വ്യാജ സിഗരറ്റിന്റെ കടത്ത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സംയുക്ത പരിശോധനയെക്കുറിച്ചാണ് സംഘത്തിന്റെ ആദ്യ തീരുമാനമായി എടുത്തിരിക്കുന്നത്. അത് അതിർത്തികളിൽ സംയുക്തമായ ഒരു പരിശോധന നടത്തും. ശക്തമായ പരിശോധനയായിരിക്കും അതിർത്തികളിൽ ഉണ്ടാകുക. കൂടാതെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട കള്ളക്കടത്ത് സംഘത്തിന്റെ പട്ടിക പരസ്പരം കൈമാറാൻ ഇരുകൂട്ടരും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ശക്തമായ അന്വേഷണം വേണ്ടിവരുമെന്നുള്ളത് തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള, ഭൂട്ടാനിൽ നിന്നും നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിശദീകരണമായിട്ടുള്ളത്. കൂടാതെ ഒരു വർഷം 1000 കോടിയിലധികം രൂപയുടെ വ്യാജ സിഗരറ്റാണ് രാജ്യത്തേക്ക് കടക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ ഒരു അന്വേഷണവും ഒപ്പം തന്നെ പരിശോധനകളും ഇതിന്റെ ഭാഗമായി നടത്തണം. രാജ്യത്തേക്ക് വാഹനങ്ങൾ മാത്രമല്ല, ഇത്തരത്തിൽ വ്യാജ സിഗരറ്റുകൾ കൂടി കടത്തുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇപ്പോഴും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസമാണ് കേരളത്തിൽ ഇതിന്റെ യോഗം നടക്കുക. സേതു. ഓക്കെ സഹിൻ, ശരി. അപ്പം പറഞ്ഞ പോലെ വാഹനക്കടത്തിന് പുറമെ ഈ സിഗരറ്റ് കടത്തും, വ്യാജ സിഗരറ്റ് കള്ളക്കടത്തും സംയുക്ത അന്വേഷണ സംഘം അന്വേഷിക്കും.